ഐഫോൺ 15 പ്രോൻ്റെ ലോങ് ടേം റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഫോൺ 15 പ്രോ ഇപ്പോൾ ഇറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരു 14 പ്രോയോ അല്ലെങ്കിൽ 13 പ്രോ ഉണ്ടെങ്കിൽ പോലും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതായിട്ട് തോന്നാത്തൊരു ഡിവൈസാണ്. അതിപ്പോൾ എല്ലാ ഫോൺസും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കൊരു 1-2 വർഷം പഴയ ഒരു ഫോണും ഇപ്പോൾ ഇറങ്ങുന്നൊരു ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് അപ്ഗ്രേഡ് ഉള്ളതായിട്ട് തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം വരുന്നത് ചിലപ്പോൾ മെറ്റീരിയലിനകത്തുള്ള വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഡിസൈനകത്ത് ചെറിയൊരു മാറ്റം കാണും, അല്ലെങ്കിൽ ക്യാമറ അപ്ഗ്രേഡോ പ്രൊസസ്സർ മാറ്റം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അതും മിക്ക ഫോൺസിൻ്റെയും പ്രൊസസ്സർ എന്നൊക്കെ പറയുന്നത് ഒരു 2-3 വർഷത്തേക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം കാണാൻ പാടാണ്. പ്രത്യേകിച്ച് ഐഫോൺസ് എടുക്കാൻ നേരത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് വലുതല്ല. അപ്പോൾ അത് കണക്ക് തന്നെയാണ് ഈ ഐഫോൺ 15 പ്രോയിൽ വന്നേക്കുന്നത്. അത് ഞാൻ ഐഫോൺ 14 പ്രോയിൽ നിന്നാണ് 15 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ചോയ്സിനകത്തുള്ള മാറ്റമാണ്. അതായത് നമുക്ക് ഫ്രെയിം സ്റ്റെയിൻലെസ് സ്റ്റീലിന് പകരം ടൈറ്റേനിയമാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് കുറവ് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ സൈഡ് നോക്കാൻ നേരത്ത് സൈഡ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും ആ എഡ്ജ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇൻ ഹാൻഡ് ഫീൽ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടിയോണ്ട് തന്നെ ഞാൻ ഈ വട്ടം കേസ് ഇല്ലാതെയാണ് ഈ ഫോൺ ഉപയോഗിച്ചത്. അപ്പോൾ കേസ് ഇല്ലാതെ ഉപയോഗിച്ചപ്പോൾ തന്നെ ഫോൺ കയ്യിൽ നിന്ന് തെന്നിപ്പോണ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫോണിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ടൈറ്റേനിയമാണ്. അപ്പോൾ അതിനകത്തൊരു PVD കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോട്ടിംഗ് ഉണ്ടായിട്ട് പോലും ആ കോട്ടിങ്ങിനകത്ത് പ്രശ്നം വരുന്നൊരു കാര്യം കണ്ടിട്ടില്ല. അതായത് കോട്ടിംഗ് സ്ക്രാച്ച് ആയി പോകുന്ന ഒരു കാര്യം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി പറയുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡ്യൂറബിൾ ആയ ഒരു ഡിവൈസ് തന്നെയാണ് ഐഫോൺ 15 പ്രോ. പക്ഷേ ഇവിടെ ഫ്രെയിം നമുക്ക് ടൈറ്റേനിയമായി മാറിയപ്പോഴത്തേക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിംസ് വന്നേക്കുന്ന ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു കോട്ടിംഗ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോൺ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഒരു പ്രോ സീരീസ് അല്ലാത്ത ഫോൺ, അതായത് അലുമിനിയം ഫ്രെയിമുള്ള ഒരു ഐഫോൺ പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റിക്കകത്ത് ചെറിയൊരു കുറവുകളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണിക്കേണ്ട കാര്യമാണ്. അതും എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഉള്ളൊരു കാര്യമായിട്ട് തോന്നിയത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ട് സ്ലൈഡർ മാറിയിട്ട് ഒരു ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. അതായത് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ മാറ്റിയിട്ട് വേറെ ആപ്പ് തുറക്കുന്ന രീതിയിലാക്കാൻ പറ്റുമെങ്കിൽ പോലും ഞാൻ ഈ ഒരു ആക്ഷൻ ബട്ടൺ അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ ക്യാമറ നോക്കാൻ നേരത്ത് ഐഫോൺ 15 പ്രോയും 14 പ്രോയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസമുള്ളതായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്ത് പ്രോസസ്സിങ്ങിനകത്ത് മാറ്റം ഉള്ളതുകൊണ്ട് എനിക്ക് 14 പ്രോ എടുക്കുന്ന ഫോട്ടോസിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ഫോട്ടോസ് ആയിട്ടാണ് തോന്നിയത് 15 പ്രോ എടുക്കുന്നത്. പക്ഷേ നിങ്ങളൊരു 14 പ്രോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അപ്ഗ്രേഡ് ചെയ്തതിലേക്ക് മാറേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാഷ്വലായിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വ്യത്യാസം അധികം ശ്രദ്ധിക്കത്തില്ല. അതായത് പ്രോസസ്സിങ്ങിനകത്തുള്ളൊരു മാറ്റമാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് തോന്നിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് 24 മെഗാ പിക്സൽസ് ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് തന്നെ കുറച്ചുകൂടെ ഷാർപ്നെസ് കൂടിയണം കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് റോ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ നമുക്ക് പഴയ 14 പ്രോയിലും ഉണ്ട്. പിന്നെ നമുക്ക് പ്രോറസ് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ USB-C വന്നേക്കുന്നതുകൊണ്ട് എക്സ്റ്റേണൽ സ്റ്റോറേജ് കണക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നമ്മളിവിടുത്തെ മെയിൻ ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് അതൊരു 14 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 14 മെഗാ പിക്സൽ സെൻസർ അല്ല, വ്യത്യാസം വന്നൊരു സെൻസറാണ്. പിന്നെ നമുക്ക് വേറെ രണ്ട് വരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു അൾട്രാ വൈഡും ഒരു ടെലിഫോട്ടോ ആണ്. അൾട്രാ വൈഡ് ക്യാമറയും പുതിയൊരു ക്യാമറ തന്നെയാണ്. അത് 12 മെഗാ പിക്സൽ ക്യാമറ ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടെലിഫോട്ടോ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രോ സീരീസ് വന്ന അതേ സെൻസർ തന്നെയാണ്. 3x ഒപ്റ്റിക്കൽ സൂമാണ് കിട്ടുന്നത്. നമുക്ക് 5x സൂം വരുന്ന ഫോൺ എന്ന് പറയുന്നത് 15 പ്രോ മാക്സ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ആ ഫോൺ തന്നെ എടുക്കണം. അതിനകത്താണ് നമുക്ക് ടെട്രാ പ്രിസം ആ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ 5x സൂം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3x സൂം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ പൊതുവെ ഫോട്ടോ എടുക്കുന്ന കാര്യം പറയാൻ നേരത്ത് എല്ലാ കണ്ടീഷനിലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റം തന്നെ ഉള്ളൊരു ഫോൺ തന്നെയാണ് ഐഫോൺ 15 പ്രോ. നമ്മൾ പൊതുവെ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു കണ്ടീഷനിൽ എടുത്താലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസാണ് ഈ ഫോൺ എടുക്കുന്നത്. അതായത് നമുക്ക് ലൈറ്റ് ഉള്ള കണ്ടീഷനിലായാലും ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിലായാലും ഏറ്റവും നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് ഏറ്റവും ബെസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് ഉള്ള ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 15 പ്രോ സീരീസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ 15 പ്രോ എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോസും നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും മികച്ചൊരു ക്യാമറ സിസ്റ്റമായിട്ടാണ് ഈ ഫോണിന് പറയാനുള്ളത്. അതായത് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ഏറ്റവും മികച്ചത് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന സെൽഫീസ് എന്ന് പറയുന്നതും നല്ല ക്വാളിറ്റിയുള്ള സെൽഫീസാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വ്ളോഗിങ്ങിനും ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് മൊത്തത്തിൽ ക്യാമറ സിസ്റ്റത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഫോണിനകത്തുള്ളത്. പക്ഷേ എന്നാലും ഈ ക്യാമറയ്ക്കകത്ത് എനിക്കൊരു ഡ്രോബാക്ക് തോന്നിയൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ ലൈറ്റൊക്കെ അടിക്കുന്ന സ്ഥലം വരാൻ നേരത്ത് ഒരു ലെൻസ് ഫ്ലെയർ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും ആ ലെൻസ് ഫ്ലെയർ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആപ്പിളിന് മാറ്റാൻ പറ്റിയിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാറി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടില്ല. അതായത് നമുക്ക് 14 പ്രോയിലും അല്ലെങ്കിൽ നമുക്ക് 13 പ്രോ അങ്ങനത്തെ ഏത് ഫോൺ എടുത്താലും അതുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു കാര്യം ഈ 15 പ്രോ സീരീസിനകത്തും ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മോശമായിട്ടൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പൊതുവെ ഫോൺസിനകത്തുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനകത്തൊരു കുറവോ അല്ലെങ്കിൽ അതിനകത്തൊരു മാറ്റമോ വന്നിട്ടില്ല ഈ 15 പ്രോ സീരീസിനകത്ത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ സിസ്റ്റം എനിക്ക് ഈ ഫോണിൻ്റെ ഒരു സ്ട്രോങ് ഫീച്ചറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 14 പ്രോയും 13 പ്രോയും കമ്പയർ ചെയ്യുവാണെങ്കിൽ വേറെ വ്യത്യാസമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളായിട്ട് പറയാൻ പറ്റത്തില്ല.
ഇതിനകത്ത് പ്രൊസസ്സറിനകത്ത് വന്ന മാറ്റം നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഇതിനകത്ത് 3 നാനോമീറ്റർ പ്രൊസസ്സറാണ് ഉപയോഗിച്ചേക്കുന്നത്. ആപ്പിളിൻ്റെ A17 Pro ചിപ്സെറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ദിവസേനയുള്ള കാഷ്വൽ ഉപയോഗത്തിനകത്ത് ആ ഒരു വ്യത്യാസം അധികം ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആപ്പ് ലോഡിംഗ് സ്പീഡിനകത്തൊക്കെ മാറ്റം കാണും. പക്ഷെ അതല്ലാതെ പറയുവാണെങ്കിൽ എനിക്കിങ്ങനെ പ്രൊസസ്സർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ് ടേം സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇതിന് കിട്ടും. അതായത് ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തേക്ക് എന്തായാലും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ RAM 8GB വന്നേക്കുന്നതുകൊണ്ട് തന്നെ RAM മാനേജ്മെൻ്റ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അത് നമുക്കിങ്ങനെ ഒരു പുതിയ പ്രൊസസ്സറും അതിൻ്റെ കൂടെ തന്നെ റാമിനകത്തുള്ള അപ്ഗ്രേഡ് വന്നേക്കുന്നത് ലോങ് ടേം നോക്കാൻ നേരത്തെ, അതായത് 2-3 വർഷങ്ങൾ കഴിയുമ്പോഴുള്ള കാര്യത്തിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്, സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണോ അതോ ഈ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരുപാട് അവർക്ക് കൂൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഫോൺ ചില സമയത്ത് നല്ലോണം ചൂടാവുന്നൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ടാസ്ക് ചെയ്യുന്ന സമയത്തായിരിക്കത്തില്ല, ഏതൊരു സാധാ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും. ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമോ അങ്ങനത്തെ എന്തെങ്കിലും ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും. ചിലപ്പോൾ ആ ആപ്പ് ഒപ്റ്റിമൈസേഷൻ മോശമായിട്ടാവാം. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. iOS 17.2 ആയിട്ട് പോലും ആ ഒരു കാര്യം ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. ആ ഒരു പ്രൊസസ്സർ ഇരിക്കുന്ന ഭാഗം അത്യാവശ്യം നല്ലോണം ചൂടാവുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ അത് നമുക്ക് യൂസർ എക്സ്പീരിയൻസിനകത്ത് വലിയ പ്രശ്നം വരുന്ന രീതിയൊന്നും അല്ലായിരുന്നു. അതായത് ഫോൺ അപ്പോഴും ചൂടായിട്ട് ലാഗ് ആവുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചില സമയത്ത് ചില ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ചെറുതായിട്ട് ചൂടാവുന്നൊരു കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതൊരു ഇൻറ്റൻസ് ടാസ്ക് ആവണമെന്നില്ല, അല്ലാതെ തന്നെ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഡിസ്പ്ലേ നോക്കാൻ നേരത്ത് ഡിസ്പ്ലേക്കകത്ത് എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഫോണുമായിട്ട് ഒരു മാറ്റവും തോന്നിയിട്ടില്ലായിരുന്നു. 6.1 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. അത് LTPO പാനലാണ്. നമുക്ക് 120 ഹെർട്സ് ആണ് മാക്സിമം വരുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 461 ppi വരുന്നുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കാൻ നേരത്ത് 2000 നിറ്റ്സ് വരെ പോകാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേക്കകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബസ്സിൽ ചെറുതായിട്ട് കുറഞ്ഞെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ പരമായിട്ട് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഫോണിൻ്റെ സൈസ് ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ട്. അതായത് പ്രോ മാക്സിനെക്കാട്ടിയും കുറച്ചുകൂടെ കംഫർട്ടാണ് പ്രോ സീരീസിനകത്ത് ഡൈനാമിക് ഐലൻഡ് ഉപയോഗിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള സൈസുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടന്റ് നോക്കുമ്പോഴോ അതിനകത്ത് എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് സൈസാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേക്കകത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. പക്ഷേ നമ്മൾ iPhone 14 Pro അല്ലെങ്കിൽ 13 Pro ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് അധികം വ്യത്യാസമൊന്നും വരാത്തൊരു ഡിസ്പ്ലേ ആണ് ഈ 15 Pro'നകത്തുള്ളത്. പക്ഷേ നമുക്ക് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറ്ററിയാണ്. ഇവിടുത്തെ ബാറ്ററി നോക്കാൻ നേരത്തെ ബാറ്ററിയുടെ സൈസ് 3274 mAh ആണ്. അത് അത്യാവശ്യം വലിയൊരു ബാറ്ററി തന്നെയാണ്. അതും ഇതിൻ്റെ ബാറ്ററിക്കകത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മാസം ഉപയോഗിച്ചതിന് ശേഷം തന്നെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാറ്ററിയുടെ ബാക്കപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതൊരു പ്രോ സീരീസ് ഫോൺ, അതായത് ചെറിയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ പ്രോ മാക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറിയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂറിനും 4.5 മണിക്കൂറിനും ഇടയ്ക്കൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം വരുന്നത്. പക്ഷേ എനിക്ക് ഒരു ദിവസമൊക്കെ വലിയ കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി ബാക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങൾ രാത്രി ആവുന്ന സമയമൊക്കെ ആവാൻ നേരത്ത് ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ ഒരു ഉപയോഗത്തിനകത്ത്, അതായത് ഒരു മോഡറേറ്റ് ഹെവി യൂസൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററിക്കകത്ത് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നിൽക്കും. ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നൊരു ഫോൺ തന്നെയാണ് iPhone 15 Pro എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ചാർജിങ് മെത്തേഡ് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അത് മാക്സേഫ് വയർലെസ് ചാർജിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വയർഡ് ചാർജിങ് എടുക്കാൻ നേരത്ത് തന്നെ ഇപ്പോൾ USB-C ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു USB-C കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേബിൾ വെച്ച് തന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ നേരത്ത് ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് കണക്ക് തന്നെയാണ്. അതായത് നമുക്ക് വൈഫൈ നോക്കാൻ നേരത്ത് Wi-Fi 6E ആണ് വന്നേക്കുന്നത്. ബ്ലൂടൂത്ത് വെച്ച് പറഞ്ഞാൽ ബ്ലൂടൂത്ത് 5.3 ആണ്. പിന്നെ IP68 റേറ്റിംഗ് കിട്ടുന്ന ഒരു ഫോണാണിത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എല്ലാ സെൻസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്സെറ്റ് 2 ആണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് 5G സപ്പോർട്ടും 5Gക്കകത്ത് തന്നെ നമുക്ക് മിക്ക ബാൻഡ്സും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ നമുക്ക് US അല്ലാത്ത വേറെ ഏതുള്ള സ്ഥലത്തുള്ള യൂണിറ്റ് നോക്കുവാണെങ്കിലും നമുക്ക് 5G നോക്കാൻ നേരത്ത് നമുക്ക് മില്ലിമീറ്റർ വേവ് 5G കിട്ടത്തില്ല. Sub-6 5G മാത്രമായിരിക്കും കിട്ടുന്നത്. പിന്നെ സ്പീക്കേഴ്സ് നോക്കാൻ നേരത്ത് ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് ആണ്. അത് ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് iPhone 14 Pro'നെക്കാട്ടിയും കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടിയൊരു സ്പീക്കർ സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അൺലോക്കിംഗ് മെത്തേഡ് പറയുവാണെങ്കിൽ ഫേസ് ID അൺലോക്ക് തന്നെയാണ് കിട്ടുന്നത്. അതായത് നമുക്ക് പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മികച്ചനെ നിൽക്കുവാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ iPhone 14 Pro'യോ അല്ലെങ്കിൽ 13 Pro ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നാൻ സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര നാൾ ഉപയോഗിച്ചതിന് ശേഷം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 12 Pro'യോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു ഫോണാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ 15 Pro നോക്കുവാണെങ്കിൽ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. അതല്ല നിങ്ങളൊരു 13 14 ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് അപ്ഗ്രേഡ് തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു 13 Pro സീരീസോ അല്ലെങ്കിൽ 14 Pro സീരീസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ് നോക്കാൻ നേരത്ത് ഭയങ്കര കൂടി നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബേസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 128 GB ആണ്. അപ്പോൾ ആ ഒരു വേരിയൻറ്റ് പകരം മിനിമം 256 GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് എടുക്കാനേ ഞാൻ പറയൂ. അതായത് നമുക്ക് ലോങ് ടേം നോക്കാൻ നേരത്ത് അത്രയെങ്കിലും സ്റ്റോറേജ് വേണം. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് വീണ്ടും പ്രൈസ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് 13 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ
12 പ്രോ സീരീസോ അങ്ങനത്തെ താഴെയുള്ള ഫോണാണെങ്കിൽ ഇതൊരു വേർത്ത് അപ്ഗ്രേഡ് ആയിട്ട് തോന്നും. പെട്രോൾ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.